നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രി ഇടയ്ക്കിടെ വിമർശനങ്ങൾ ചെന്ന് ചാടാറുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി പങ്കുവച്ചത്. താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് 3-ാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത്. ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കി മാറ്റുകയാണ് ദിയ. ആദ്യത്തെ 3 മാസം ദിയ ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നു. സ്വന്തം വീട്ടിലായിരുന്നു ഈ സമയത്ത്. ചുറ്റിലും ആളുകളുള്ളത് വലിയൊരു ആശ്വാസമായിരുന്നുവെന്ന് ദിയ വ്യക്തമാക്കിയിരുന്നു. 4-ാം മാസം മുതലാണ് എല്ലാം ആസ്വദിച്ചു തുടങ്ങിയതെന്നും ഇവർ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് ചില യാത്രകളും നടത്തിയിരുന്നു. വളക്കാപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നും ദിയ പറഞ്ഞിരുന്നു. അതിനു മുന്നേയായി ബേബി മോൺ കളറായിരുന്നു. ഇപ്പോഴത്തെ ഫ്ളാറ്റിലേക്ക് അമ്മയും അനിയത്തിമാരും എത്തിയതിന്റെ വിശേഷങ്ങളായിരുന്നു പുതിയ വ്ളോഗിലൂടെ പങ്കുവച്ചത്. ഹൻസിക ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് ഈ ഫ്ളാറ്റിലേക്ക് വരുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴെല്ലാം ഞാൻ വിളിക്കാറുണ്ട്. അപ്പോഴൊന്നും വരാറില്ലെന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത്. ഇവിടെ നല്ല വൈബുണ്ട്, ഇനി ഞാൻ ഇവിടെ നിന്നും പോവില്ലെന്നായിരുന്നു ഹൻസിക പറഞ്ഞത്. ഇഷാനി AC ഒക്കെ ഇട്ട് റൂമിൽ കയറി ഉറങ്ങാൻ കിടന്നു. ഹൻസുവിന് സ്പെഷ്യൽ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അശ്വിൻ. വെള്ളമില്ലാത്ത നൂഡിൽസ് ആണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ദിയ പറഞ്ഞത്. അത് അശ്വിൻ ബായിയുടെ റെസിപ്പിയാണ്, എനിക്ക് ഇഷ്ടമാണെന്നും ഹൻസിക പറയുന്നുണ്ടായിരുന്നു. ദിയയുടെ സ്റ്റോറേജ് ഒക്കെ കണ്ട് കണ്ണു തള്ളിയെന്നായിരുന്നു ഹൻസിക പറഞ്ഞത്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇനി ഞാൻ കടയിൽ പോയി ഇതൊന്നും മേടിക്കില്ല. കഴിക്കാൻ തോന്നിയാൽ നേരെ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ കുറച്ച് സാരി കളക്ഷൻസ് വന്നിരുന്നു. അതിൽ നിന്നും ഹൻസുവും ഇൻഷാരിയും അവർക്ക് വേണ്ടതെടുത്തു. അത് ഹാഫ് സാരിയായി തയ്ക്കാൻ പോവുകയാണ്. വളകാപ്പിനായി കോസ്റ്റ്യൂം സെറ്റാക്കുകയാണ് എല്ലാവരും. സമയം കിട്ടുവാണെങ്കിൽ ഇവിടേക്ക് വരാമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. തിരക്കാണ്, ഇന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ലെന്ന് പിന്നെ വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ അച്ഛനെ കൂടെ കാണിച്ചേനെ. കാണാനായി കാത്തിരുന്ന വീഡിയോ. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചാൽ വേറെ വൈബാണ്, അച്ഛനും കൂടി വേണമായിരുന്നു തുടങ്ങിയ പ്രതികരണങ്ങളാണ് വീഡിയോയുടെ താഴെയുള്ളത്. ഹാപ്പി ന്യൂസുമായി ദിയ എത്തിയ സമയത്ത് വീട്ടിലുള്ളവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു, അതേക്കുറിച്ച് വീഡിയോ ചെയ്യുമോ എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. അതേസമയം ദിയയുടെ 5-ാം മാസത്തെ ചടങ്ങുകളെല്ലാം തന്നെ വൈറലായിരുന്നു. അശ്വിന്റെ അമ്മയായിരുന്നു ചടങ്ങിന് മുൻകൈ എടുത്തത്. 2 ദിവസങ്ങളിലായാണ് ചടങ്ങ് നടത്തിയത്. ഗർഭിണിയാവുമ്പോൾ സൗന്ദര്യം കൂടുമല്ലോ, ദൃഷ്ടിപ്പെടാതിരിക്കാനാണ് ഈ പൂജ. കളർഫുൾ സാരിയും ആഭരണങ്ങളും ഒക്കെയായി അതീവ സുന്ദരിയായാണ് ദിയ എത്തിയത്. 2ാമത്തെ ദിവസമായപ്പോൾ കറുത്ത സാരിയായിരുന്നു തണിഞ്ഞത്. കറുപ്പാണ് 2ാം ദിവസം ഇടേണ്ടത്, അതാണ് ആ കളർ തെരഞ്ഞെടുത്തതെന്ന് ദിയ പറഞ്ഞിരുന്നു. 60 പവനോളമായിരുന്നു 2 ദിവസങ്ങളായി ദിയ അണിഞ്ഞത്. കല്യാണത്തിന് മേക്കപ്പ് ചെയ്തത് ശരിയായില്ല എന്ന് കമന്റ് കേട്ടിരുന്നു. ഇത്തവണ അത് പരിഹരിക്കണമെന്നായിരുന്നു മേക്കപ്പിനിടെ ദിയ പറഞ്ഞത്. എന്തായാലും അണിഞ്ഞൊരുങ്ങ്, നിറഞ്ഞു നിൽക്കണം, എല്ലാം ആന്റി പറയുന്നത് പോലെ തന്നെയെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു. മീനമ്മയ്ക്കൊപ്പമായിരുന്നു സാരി വാങ്ങാൻ പോയത്. മടിസാർ സാരി തെരഞ്ഞെടുത്തതിന്റെ വിശേഷങ്ങളായിരുന്നു പുതിയ വ്ളോഗിലൂടെ കാണിച്ചിരുന്നത്. അതീവ സന്തോഷത്തോടെയായിരുന്നു മീനമ്മ ദിയയോടൊപ്പം ഷോപ്പിലേക്ക് പോയത്. മീനമ്മയെയും ദിയയെയും ഒന്നിച്ചു കണ്ട സന്തോഷമായിരുന്നു ആരാധകർ പങ്കുവച്ചത്. 2 ലക്ഷത്തിലധികം പേരായിരുന്നു പുതിയ വീഡിയോ കണ്ടത്. ദിയ ഭാഗ്യവതിയാണ്. അശ്വിന്റെ അമ്മ മകളെ പോലെയാണ് കെയർ ചെയ്യുന്നത്. മീനമ്മയാണ് കൂടുതൽ എക്സൈറ്റഡ് എന്ന് തോന്നുന്നു. ദിയയുടെ പ്രഗ്നൻസി ഗ്ലോ ശരിക്കും അറിയാനുണ്ട്. അശ്വിന്റെ വീട്ടിലെ ആചാരപ്രകാരം ഒരുങ്ങിയപ്പോൾ സന്തോഷമായി. 2 ഫാമിലിയെയും ചേർത്ത് മുന്നോട്ട് പോവുക, എന്നും ഈ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവട്ടെ തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത്. ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെന്ന കമന്റുകളും വീഡിയോയുടെ താഴെയുണ്ട്. 2ാം ദിവസം കുടുംബങ്ങളും ബന്ധുക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ആരതി ഒഴിഞ്ഞ് പൂക്കൾ വിതറിയും ദിയയെയും അശ്വിനെയും ആശീർവദിച്ചു. വീഡിയോ വൈറലായതോടെ ആരാധകരും ദിയയ്ക്ക് ആശംസ നേർന്നെത്തി. പഴയ ആചാരങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു ശാസ്ത്രമുണ്ട്, അതിനെ വന്ദിക്കുന്നു എന്നും പ്രാർത്ഥനകൾ നേർന്നു എന്നാണ് ആരാധകരിൽ ഒരാൾ കുറിച്ചത്. വിവാഹത്തിനെന്ന പോലെ സമാനമായി വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപം ഒരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു വരുത്തിയാണ് ദിയയും അശ്വിനും ചടങ്ങുകൾ നടത്തിയത്. മണ്ഡപത്തിൽ ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് ദിയയും ഇരുത്തിയാണ് ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രത്യേക ചടങ്ങുകളിലായുള്ള വസ്ത്രങ്ങളും ഓർണമെന്റ്സും മറ്റുള്ള കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലായിരുന്നു ദിയ. അടുത്തിടെ പങ്കുവച്ച യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനൊരു ചടങ്ങ് വരാൻ പോകുന്നുണ്ടെന്ന് ദിയയും അശ്വിനും സൂചിപ്പിച്ചിരുന്നു. പിന്നെ ദിയയെക്കാളും പ്രായം കൂടുതലുള്ളവർ മാത്രമാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. നമുക്ക് റോളില്ലായിരുന്നു. ഇതിനെ തന്നെ ബാക്കി ചടങ്ങ് തൊട്ടടുത്ത ദിവസം നടക്കുമെന്നും ഇഷാനി പറയുന്നു. 2ാമത്തെ ദിവസം സുമംഗലിയായവരാണ് ചടങ്ങുകൾ നടത്തേണ്ടത്. ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് ചെന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്നാണ് ഇഷാനിയും മഹാനയും തമാശ രൂപേണ പറയുന്നത്. ഇന്നലെ പ്രായം കൂടുതലുള്ളത് കൊണ്ട് അമ്മുവിന് ചെറിയ റോൾ ഉണ്ടായിരുന്നു, ഇന്ന് അത് പോലും ഇല്ലെന്ന് ഇഷാനി പറയുമ്പോൾ എന്തിനോ വേഷം കെട്ടി പോവുകയാണെന്നാണ് അഹാനയുടെ കമന്റ്. അതേസമയം അടുത്തിടെ ഒരു വീഡിയോയിൽ അശ്വിൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. ആ ഫ്ളാറ്റിലെ 4 ചുവരിൽ മാത്രമായിരുന്നു ജീവിതം. പുള്ളിക്കാരിക്ക് എന്റെ മണം പറ്റത്തില്ല, ഞാൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല, ഞാൻ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം ഇഷ്ടമല്ല, ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ കുറെ മണങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പോയിക്കോളൂ, അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാവും. കരുവാട് ഡെയിലി വേണമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോകാനാണ് അതിന്? അവിടെ ആവുമ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം എത്തിച്ചു തരാനും ആളുണ്ടല്ലോ എന്നും പറഞ്ഞിരുന്നതായി അശ്വിൻ പറയുന്നു. ആപ്പിൾ കഴിക്കുമായിരുന്നു, അതും വൊമിറ്റ് ചെയ്ത് പോകുമായിരുന്നു. വെള്ളം കുടിക്കുകയില്ലായിരുന്നു. ആദ്യം ഛർദി വന്നത് പല്ല് തേക്കുമ്പോഴായിരുന്നു, അതോടെ ട്രോമയായി. വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തു പോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് ഞങ്ങൾ അടിയായിട്ടുണ്ട്. പിന്നെ വൊമിറ്റിംഗ് ഒക്കെ കുറഞ്ഞു വരികയായിരുന്നു. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല പ്രഗ്നൻസിക്ക്. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലും ഗ്യാസും. മോർണിംഗ് സിക്നസ് എന്നല്ല, രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നുവെന്ന് ദിയ പറയുമ്പോൾ എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ് അമ്മ സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറഞ്ഞത്.
മൂഡ് സ്വിങ്സും ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാ ദിവസവും ഞാൻ കരയുമായിരുന്നു. എനിക്ക് ഇത് പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കരയുമായിരുന്നു. എനിക്ക് പഴയ ലൈഫ് മതി എന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. ഒരാഴ്ച കൂടി ക്ഷമിക്കുമെന്നാണ് അശ്വിൻ പറയാറുള്ളത്. എൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റക്കായി കിടക്കുകയായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. ലോക്ക്ഡൌണിനേക്കാളും വലിയ ഷോക്കായിരുന്നു എനിക്ക്. പുറത്തേക്കൊന്നും പോകാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. 3 മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാം എൻജോയ് ചെയ്ത് തുടങ്ങിയതെന്നും ദിയ പറഞ്ഞിരുന്നു. വിവാഹത്തിന് മുമ്പ് നൽകിയൊരു അഭിമുഖത്തിൽ വിവാഹത്തിന് തന്റെ വീട്ടുകാർ സമ്മതിച്ചതിനെ കുറിച്ച് ദിയ സംസാരിച്ചിരുന്നു. ഒരു വിധിക്കപ്പെട്ട എല്ലാ ലവ് മാരേജിലും പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പലതും നടന്നിട്ടുള്ളത്. ആൺപിള്ളേരുടെ വീട്ടിൽ പൊതുവെ എതിർപ്പ് വരാറില്ല. എന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു. അശ്വിന്റെ മാതാപിതാക്കൾ നേരത്തെ സമ്മതം പറഞ്ഞതാണ്. അവർക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷെ എന്റെ കുടുംബത്തിലാണ് വൈകിയത്. അവരാരും ഗൗരവമായി എടുത്തിരുന്നില്ല. എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നേ വരെ അവരിൽ ഒരാളെക്കുറിച്ച് അച്ഛ എനിക്ക് ഇയാളെ കെട്ടണം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിരുന്നില്ല. പക്ഷെ ഇയാളുടെ കാര്യം വന്നപ്പോൾ വിവാഹം ചെയ്യാമെന്നുള്ളിൽ തോന്നി. ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു. കഴിഞ്ഞ വർഷം അശ്വിൻ എന്റെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. അച്ഛൻ വളരെ കൂളായി അശ്വിനോട് സംസാരിച്ചത്. ഇപ്പോൾ നിനക്ക് ധൃതിയുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. എടുത്തു ചാടി തീരുമാനമെടുക്കുന്നത് പോലെയല്ല എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടി ആലോചിക്കുക, സമയം നൽകുന്നതാണ് അച്ഛൻ പറഞ്ഞതെന്നും ദിയ പറഞ്ഞിരുന്നു. അശ്വിന് മുമ്പ് വലിയൊരു പ്രണയപരാജയം ദിയയ്ക്കുണ്ടായിരുന്നു. അടുത്ത സുഹൃത്തായ വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെ നാൾ ദിയ പ്രണയത്തിലായിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടയ്ക്ക് താരപുത്രി നിരന്തരം പങ്കുവെക്കാറുണ്ടായിരുന്നു. പിന്നാലെ ദിയയുമായി പ്രണയത്തിലാണെന്ന് ഒരിക്കൽ വൈഷ്ണവ് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇരുവരും ഒരുമിക്കുമെന്ന് തന്നെയാണ് ആരാധകരും കരുതിയിരുന്നത്. അതിനിടയിലാണ് തന്റെ പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തി ദിയ എത്തിയത്.